ലോകത്തിന്റെ എണ്ണക്കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് വഴിമാറുന്നു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം മേഖലയെ കടുത്ത യുദ്ധഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. താൻ നൽകിയ 10 ദിവസത്തെ സമയം അവസാനിക്കാറായെന്നും 48 മണിക്കൂറിനുള്ളിൽ കരാറിൽ ഒപ്പിടുകയോ കടലിടുക്ക് തുറക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇറാനിൽ നരകം പെയ്യുമെന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ ഭീഷണി മുഴക്കിയത്. ദൈവം മഹാനാണ് എന്ന വാചകത്തോടെയാണ് ട്രംപ് തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്. ഇറാനെ ശിലായുഗത്തിലേക്ക് ബോംബെറിഞ്ഞ് തകർക്കുമെന്ന മുൻപത്തെ ഭീഷണിയുടെ ആവർത്തനമായാണ് നയതന്ത്ര വിദഗ്ധർ ഇതിനെ കാണുന്നത്. ട്രംപിന്റെ ഭീഷണിയെ അസന്തുലിതവും വിഡ്ഢിത്തരവും എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. അമേരിക്ക സംഘർഷം വർദ്ധിപ്പിക്കാൻ തുനിഞ്ഞാൽ മേഖല മുഴുവൻ ശത്രുക്കൾക്ക് നരകമായി മാറുമെന്ന് ഇറാന്റെ സെൻട്രൽ മിലിറ്ററി കമാൻഡ് ജനറൽ അലി അബ്ദുള്ളാഹി അലിയാബാദി മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ അതേ ഭാഷയിൽ നരകത്തിന്റെ വാതിലുകൾ അമേരിക്കയ്ക്കായി തുറക്കപ്പെടുമെന്ന് ഇറാനിയൻ സൈനിക നേതൃത്വവും തിരിച്ചടിച്ചു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ പാതയാണ് ഇറാൻ ഭാഗികമായി തടഞ്ഞിരിക്കുന്നത്. ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ സൗഹൃദ രാഷ്ട്രങ്ങളുടെ കപ്പലുകൾക്ക് മാത്രമാണ് നിലവിൽ ഇറാൻ അനുമതി നൽകുന്നത്.